ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന 5 മത്സരങ്ങളടങ്ങുന്ന ട്വന്റി പരമ്പരയിൽ ആദ്യ വിജയം നേടിയിരിക്കുകയാണ് ഇന്ത്യൻ ടീം. പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ രണ്ടാം മത്സരത്തിൽ മെൽബണിൽ ഓസ്ട്രേലിയയായിരുന്നു വിജയം നേടിയത്. ഈ ഒരു പരാജയത്തിന് ഇന്ത്യ മൂന്നാം മത്സരത്തിൽ ഓസീസിനോട് കണക്ക് തീർത്തിരിക്കുകയാണ്. 5 വിക്കറ്റിനായിരുന്നു ഓസ്ട്രേലിയയെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യ തോൽപ്പിച്ചത്. ഇതോടെ 5 മത്സരങ്ങളടങ്ങുന്ന ട്വന്റി പരമ്പരയിൽ 1-1 ഒപ്പമെത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ നേടിയത് 6 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസിന്റെ വിജയ റണ്ണായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ആകട്ടെ 5 വിക്കറ്റ് നഷ്ടത്തിൽ 9 പന്തുകൾ ബാക്കി വെച്ച് വിജയ റൺ മറികടക്കുകയും ചെയ്തു. ഇന്ത്യൻ ബൗളിംഗിന്റെ തുടക്കത്തിൽ തന്നെ മികച്ച പ്രകടനവുമായിട്ട് അർഷദീപ് സിംഗ് ആണ് ഓസീസ് ബാറ്റിംഗ് നിരയെ ആദ്യം ഞെട്ടിപ്പിച്ചത്. ഓസ്ട്രേലിയയുടെ മുൻനിര ബാറ്റർമാരെ പുറത്താക്കിക്കൊണ്ട് മികച്ച തുടക്കമായിരുന്നു അർഷദീപ് നൽകിയത്. 3 വിക്കറ്റ് നേടിയ അർഷദീപ് തന്നെയായിരുന്നു കളിയിലെ താരമായി മാറിയത്. അർഷദീപിനെ കൂടാതെ വരുൺ ചക്രവർത്തിയും ശിവൻ തുമ്പയുമാണ് ഇന്ത്യൻ ബൗളിംഗിൽ തിളങ്ങിയ മറ്റു 2 താരങ്ങള്. ഓസീസിന് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടിയ ടിം ഡേവിഡിന്റെയും മാർക്കസ് സ്റ്റോയ്സിന്റെ ഇന്നിംഗ്സുകളായിരുന്നു ഓസ്ട്രേലിയയെ 186 റൺസിൽ എത്തിച്ചത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യൻ ഓപ്പണറായ അഭിഷേക് ശർമ്മ വെടിക്കെട്ട് ബാറ്റിംഗിലൂടെയാണ് തുടക്കമിട്ടത്. എന്നാൽ അവസാന നിമിഷം വാഷിംഗ്ടൺ സുന്ദറിന്റെ ഇന്നിംഗ്സ് തന്നെയായിരുന്നു ഇന്ത്യയെ വിജയതീരത്ത് എത്തിച്ചത്. 49 റൺസുമായി പുറത്താകാതെ നിന്ന വാഷിംഗ്ടൺ സുന്ദർ ജിതേഷ് ശർമ്മയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ വിജയതീരത്ത് എത്തിക്കുകയായിരുന്നു. 29 റൺസ് നേടിയ തിലക് വർമ്മയും 24 റൺസ് നേടിയ അഭിഷേക് ശർമ്മയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും 22 റൺസ് നേടിയ ജിതേഷ് ശർമ്മയുമാണ് ഇന്ത്യൻ ഇന്നിംഗ്സിൽ കരുത്തു പകർന്ന മറ്റു ബാറ്റർമാർ. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.